ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്ന് വരാനിരിക്കുന്ന ഒരു പുതിയ വിശേഷം നമുക്ക് കേട്ടാലോ. അങ്ങനെ നമ്മുടെ നിധിയെ പബ്ലിക്കായിട്ട് റോഡിലിട്ട് നമ്മുടെ നീതുവിന്റെ അകില് വളരെ മോശം രീതിയിൽ പരിഹസിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. പക്ഷെ നിധി ആദ്യ പ്രാവശ്യം വിട്ടുകൊടുത്തു. പക്ഷെ ഈ രണ്ടാമത് എല്ലാവരും നോക്കി നിൽക്കെ 5 ആണുങ്ങളെ കൂടെ കഴിയുന്ന നിന്നെ അഞ്ജന എന്ന് വിളിക്കണം. കാരണം എന്ന് വെച്ചാൽ നീ 5 ആണുങ്ങളെ നീ എത്ര പേരെ അടി നീ മെരിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വെറും താഴ്ന്ന ഭാഷയിൽ അഖില് സംസാരിക്കാനായിട്ടോ. പക്ഷെ ഇതെന്തായാലും നിധി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നിധി പോയി നമ്മുടെ സുധീഷിനെയും സുഭാഷിനെയും നികേഷിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരെയാണ്. അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു, അവൻ അത്രയ്ക്ക് അഹങ്കാരമാണോ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ഇതിനു മുന്നേ ഞാനും നിധിയേട്ടത്തെയും കൂടെ റോഡിൽ കൂടെ പൊക്കോണ്ടിരുന്ന സമയത്ത് അവന്മാർ ഇതുപോലെ കുറച്ച് നമ്മളെ പിടിച്ച് നിർത്തി ഒന്ന് കളിയാക്കിയതാ. അന്ന് ഞാൻ വീട്ടിൽ പറയാൻ വേണ്ടി ഇരുന്നപ്പോ നിധിയേട്ടത്തെയാണ് പറഞ്ഞത്, പറയണ്ട, അത് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, മോൾ എന്ത് പണിയാ കാണിച്ച, അന്നൊക്കെ അവന്റെ വാ മൂടി കെട്ടിയിരുന്നെങ്കിലേ ഇന്ന് അവനൊക്കെ ഇതുപോലെ കാണിക്കുമായിരുന്നോ. അപ്പൊ സുധീഷ് പറഞ്ഞു, നിധിക്ക് എന്താ ഇങ്ങനെ, നിധിക്കൊന്നും പറയാൻ പാടില്ലേ, ഇങ്ങനെ റോഡിൽ കിടന്ന് ഓരോരുത്തരുടെ വായിരിക്കുന്ന കേക്കലാണോ നമ്മുടെ ഇതെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയുടെ കൈയും പിടിച്ചോണ്ട് നേരെ ആ ജംഗ്ഷനിൽ ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കണേ. അങ്ങനെ നമ്മുടെ സുധീഷ് നിധിയുടെ കൈ പിടിച്ച് അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അഖിലും കൂട്ടുകാരൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അഖിലും പറയുന്നുണ്ട്, ആ വീട്ടിൽ പോയി ആണുങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വന്നു എന്ന് തോന്നുന്നു, എന്നാലൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ അഖില് ഒരു പരിഹാസ ചിരിയോടെ ഇരിക്കുന്നു കേട്ടോ. സുഭാഷ് ഉണ്ടല്ലോ, ഇതൊന്നും നോക്കിയില്ല, നല്ല കെട്ടിടപ്പണി ചെയ്യണ തഴമ്പ് വീണ കൈകളാ. സുഭാഷ് ഒരൊറ്റ കീറ അഖിലിനിട്ട് കൊടുക്കാൻ കേട്ടോ. ആ ഒരൊറ്റ അടിയിൽ തന്നെ അഖിലിന്റെ കിളി പറന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു കീറ സുഭാഷ് കൊടുത്തത്. നിധി അന്താളിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ സുധീഷിനെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കിട്ടിയ അവസരത്തിന് മെരുക്കി അവൻ ഇതിനു മുന്നേയും എന്റെ നിധിയെ കളിയാക്കി അല്ലേ. എടാ, നീ അവളോട് മാപ്പ് പറയടാ, നീ ആരെന്നാടാ നീ വിചാരിച്ചത്? എടാ, അവള് വീട്ടില് എത്ര ആണുങ്ങളെ നിരക്കിയാണോ നടക്കണമെന്നാണ്, എന്റെ ഭാര്യയുടെ അവൾ ആരെ കൂടെ നിരങ്ങണമെന്ന് ഇപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് പറന്നടി എന്ന് പറഞ്ഞാൽ പറ്റില്ല, പടമാക്കിയാണ് അഖിലിനെ. അപ്പോഴേക്കും നമ്മുടെ അഖിലിന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, കാരണം ഈ അടി കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവന്മാരെ കട്ടയും പോടും ഒതുങ്ങും. അതുകൊണ്ട് അവര് പറഞ്ഞു കേട്ടോ. അവസാനം അഖിൽ ഒറ്റയ്ക്കാവുകയാണ്, അഖിലിനെ അലക്കി വിടുന്നു കേട്ടോ. ഈ സമയത്ത് വരുന്ന വഴി തന്നെ നമ്മുടെ സുഭാഷ് ഹരീഷിനെയും കൊടുത്ത് വിളിച്ചു പറഞ്ഞു, നീ ജംഗ്ഷനിലോട്ട് വാ, എന്താ ഏതാന്നൊന്നും പറയാൻ നിന്നില്ല. അങ്ങനെ ഹരീഷും അവിടെ എത്തി. പിന്നെ കൂട്ടത്തല്ലാണ്. അഖിലിന് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഇടി ആടിയും തൊഴിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ അടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ നിധിയെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരെയാണ്, കിളിക്കൂട്ടിലേക്ക്. അപ്പോഴേക്കും കിളിക്കൂട്ടിലെത്തി. അപ്പം നമ്മുടെ ഭാസ്കരനും അവിടെ എത്തിയായിരുന്നു. ഭാസ്കരനും കാര്യം പറഞ്ഞ്, ആഹാ, നിനക്കൊക്കെ ഇത്രയ്ക്ക് അഹങ്കാരം, എന്നിട്ട് അവിടെ കൂടിയിരുന്ന നാട്ടുകാരുടെ അടുത്ത് പറയും, എടാ, ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെമാര് ഓരോ കമന്റുകൾ പറഞ്ഞ് കളിയാക്കുമ്പോ നീയൊക്കെ കേട്ട് രസിക്കുക അല്ലേടാ, നിന്റെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലടാന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ കല്ല് പുറക്കി എറിയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ അഖിലിന്റെ കൂട്ടുകാർ ഓടിയത്. അങ്ങനെ അഖിലിന് നല്ല കിട്ടുന്നതിന് വിചാരിച്ചതിനെക്കാട്ട് ഇരട്ടി ഇടി അടിയും തൊഴിയും കിട്ടി. അഖില് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തണം. ഈ സമയം നമ്മുടെ നിധിയും അതുപോലെ തന്നെ നമ്മുടെ സുഭാഷും അവരൊക്കെ വീട്ടിലെത്തി. എന്നിട്ട് സുഭാഷ് പറഞ്ഞു, എന്നാലും മോൾ എന്ത് പണിയാ കാണിച്ചത്, ഇതിനു മുന്നേ തന്നെ അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊന്നും പറയാൻ പാടില്ലായിരുന്നു നിധി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷും ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല സുധീഷേടാ, പിന്നെ ഇതറിഞ്ഞ് നിങ്ങൾ ചെന്ന് പിന്നെ ഒരു പോലീസ് കേസും വഴക്കും ഒക്കെ ഉണ്ടാക്കും, അത് കരുതിയിട്ട് മാത്രം ഞാൻ പറയാണ്ടിരുന്നത് എന്ന് നിധി പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് ചെന്നിട്ട് പറഞ്ഞു, നിധിയേട്ടത്തി എന്നോട് പൊറുക്കണം, ഞാൻ കാരണം ഇത്രയും ഒരു ബുദ്ധിമുട്ട് നിധിയേട്ടത്തിക്ക് ഉണ്ടായത്. നീ എന്താ ഈ പറയണത്, അതൊന്നും ഒരു വിഷയമുള്ള കേസാണോ? അത് സാരമില്ല, പറഞ്ഞവന്മാർക്കിട്ട് നല്ല കീറ് കൊടുത്തല്ലോ, എനിക്ക് അപ്പൊ തന്നെ സമാധാനമായെന്ന് പറഞ്ഞു. എന്നാലും നിധിയേട്ടത്തി എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കും ഹരീഷ് എന്ന് പറഞ്ഞ് നിധി ഹരീഷിനെ ഒച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ നീതുവിന്റെ വീട് കാണിക്കണേ. നീതു ഇരുന്ന് TV ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. നീതുവിന്റെ ഫോണൊക്കെ നീതുവിന്റെ അമ്മ തല്ലി പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. അങ്ങനെ നീതു TV കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് നീതുവിന്റെ അമ്മ വന്നിട്ട്,
ഒന്നുകിൽ ഫോണും പിടിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ TV. വീട്ടിലെ ഒരു പണി പോലും ചെയ്യില്ല. എന്തിനു നടക്കുന്നു എന്തോ. ഞാൻ ചെയ്യുമ്പോഴെങ്കിലും വന്നൊന്ന് എന്തെങ്കിലും നിനക്ക് ചെയ്തു തരാൻ പാടില്ലെന്നും പറഞ്ഞ് നീതുവിന്റെ അമ്മ കിടന്ന് ഇങ്ങനെ ഒച്ചയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നീതു പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ട വലിയ ബുദ്ധിമുട്ടല്ലേ, എന്ത് പണി ഇപ്പൊ ഞാൻ ചെയ്യണ്ടേ, അത് നിനക്ക് ആ തുണിയൊക്കെ അലക്കിയിട്ട് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ നീതുവിനെ മെക്കിട്ട് അങ്ങ് അമ്മ കയറുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അഖില് കയറി വരുന്നത്. അഖിലിന് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോ ചന്ദ്രനും അതുപോലെ നീതുവിന്റെ അമ്മയൊക്കെ കണ്ട് നീതു പോലും ഒന്ന് പകച്ചു പോവേണ്. അങ്ങനെ നമ്മുടെ നീതുവിന്റെ അമ്മ ചോദിച്ചു, എന്ത് പറ്റിയടാ മോനെ, എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റിയത്, ഇതെന്നാ നീ വണ്ടിയിൽ നിന്നെങ്ങാനും വീണോ എന്നൊക്കെ നീതുവിന്റെ അമ്മ ചോദിക്കുമ്പോ, പിന്നെ വണ്ടിയിൽ നിന്ന് വീണെന്നെങ്ങാനും ഞാൻ പറഞ്ഞോ നിങ്ങളുടെ അടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ നീതു കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ അഖിലിന് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, ഇതെവിടെന്നാ തല്ല് കിട്ടിയ മട്ടുണ്ട്, ആടി തല്ല് കിട്ടി, ആരെടുത്താന്നും കൂടെ ചോദിക്കുന്നീ, നിന്റെ ആ ഹരീഷ് ഉണ്ടല്ലോ, ആ വർഷാപ്പുകാരൻ നാറി, അവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് പറയാം. ആ, അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടയാൻ ചെന്നിട്ടുണ്ടാവും, അല്ലാണ്ട് ചുമ്മാ ഹരീഷേട്ടനോ വീട്ടുകാരോ തല്ലാൻ വരില്ല. എന്തെങ്കിലും പണി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മുടെ നീതു പറയണ്ട കേട്ടോ. ഓടി എനിക്ക് അതിന്റെ പണിയല്ലേ, ഞാൻ ഒറ്റയ്ക്ക് അവന്മാര് 4 മല്ലന്മാരും കൂടെ വന്നു കഴിഞ്ഞാലേ ഇപ്പൊ എന്നെ പോലെയുള്ള ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ നമ്മുടെ അഖില് പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നീതു പറഞ്ഞു, അതെ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് ചെന്ന് കയറേണ്ടതുണ്ടായിരുന്നോ, മര്യാദയ്ക്ക് ഇരുന്നാ പോരായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് നീതു വഴക്ക് പറയണ്. അപ്പോഴേക്കും നമ്മുടെ അഖില് പറയണ, കണ്ടില്ലേ, അവക്ക് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളതാണ് അവളെ പരാതി, എന്നെ ഇത്രയും ഇടിച്ചു തൊഴിച്ചിട്ട് അവക്ക് പക്ഷെ അവന്മാരെ കൂടെ തന്നെ ആയിക്കോട്ടെ, സാരമില്ല. അപ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ ചന്ദ്രൻ പറയും, ഇത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. നീതു പറഞ്ഞു, അച്ഛാ, പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട അച്ഛാ, ഈ അഖിലേട്ടൻ എന്തെങ്കിലും പ്രശ്നം കുരുത്തക്കേടോ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതല്ലാണ്ട് ഹരീഷ് എന്റെ വീട്ടുകാർ അങ്ങനെ അടിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ ഇവിടെ തന്നെ ഗുണ്ടായിസോ, അതൊന്നും ഇവിടെ പറ്റില്ല, ആ മെമ്പറെ വിളിച്ചിട്ട് മെമ്പറെയും കൂട്ടിക്കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ട് വേറെ കാര്യമുള്ളൂ, ചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞ്, ആ മെമ്പറെ എന്തായാലും ഒന്ന് വിളിക്കട്ടെ, അയാളെ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് തീരുമാനിക്കാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ നീതു പറയുന്നുണ്ട്, അച്ഛാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട അച്ഛാ, ഈ അഖിലേട്ടന്റെ ഭാഗത്തായിരിക്കും എന്തായാലും തെറ്റ്. ഓഹോ, അഖിലിന്റെ ഭാഗത്ത് തെറ്റ് ശരിയോ, ഒരു പയ്യനെ ഇമാതിരി തല്ലി ചതച്ചിട്ട് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനോ, നീ മാറി നിൽക്കിടി എന്നും പറഞ്ഞിട്ട് ചന്ദ്രനും നീതുവിന്റെ അമ്മയും കൂടെ അഖിലിനെയും കൂട്ടി ഈ മെമ്പറേയും കൂട്ടി നേരെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോകട്ടോ. അപ്പൊ നീതുവിനാകെ ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പൊ അടുത്ത പ്രശ്നം, അടുത്ത ഗുലുമാൽ എന്താ ആവണേ എന്നുള്ള രീതിയിൽ ആകെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നീതുവിന്റെ അച്ഛനും അമ്മയും അഖിലിനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസൊക്കെ കൊടുത്തിട്ട് നേരെ ഭാസ്കറിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ നിധിയും അവരൊക്കെ ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാസ്കർ ഉമ്മറത്ത് നിന്ന സമയത്താണ് നമ്മളെ നീതുവിന്റെ അച്ഛൻ ചന്ദ്രനും അമ്മയൊക്കെ ചെല്ലണത്. അതെ, ഇവിടെ ആരും ഇല്ലേ? അപ്പോഴേക്കും, ഇതാരാണ്, ഓട്ടോക്കാരനാ, എന്താടാ ഓട്ടോക്കാരാ, ദേ എന്നെ ഓട്ടോക്കാരനൊന്നും വിളിക്കാൻ നിൽക്കണ്ട, നീതുവിന്റെ അച്ഛനെ നമ്മുടെ ഭാസ്കരൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് അവോ വന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ, അതെ, എന്റെ ചെറുക്കനെ പട്ടിയെ പോലെ തല്ലി ചതച്ചു, അതെന്തിനാന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് നീതുവിന്റെ അച്ഛൻ പല്ലടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പറയും, അതെ, മോനെ തല്ലി ചതച്ചെങ്കിലേ അതിന് തക്കതായ കാരണം ഉണ്ടോ, അത് മോന്റെ അടുത്ത് എന്നെ ചോദിക്കാൻ പറയും, അങ്ങനെ ഗുണ്ടകൾക്ക് വിളയാടാനുള്ളതല്ല എന്റെ കൊച്ചെന്ന് പറഞ്ഞോണ്ട് നീതുവിന്റെ അമ്മ അതും ഇതും ഒക്കെ പറയണ്. ഭാസ്കരനും പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സുഭാഷ് അങ്ങോട്ട് ചെല്ലേണ്. അതെ ചേട്ടാ, വേറൊന്നുമല്ല എന്നും പറഞ്ഞ് പറയാൻ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രനും നീതുവിന്റെ അമ്മയും കേൾക്കാൻ പോലും നിൽക്കില്ല, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പറയാനും സമ്മതിക്കില്ല. പക്ഷെ ഇതെല്ലാം നിധി അകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി പുറത്തിറങ്ങാൻ വേണ്ടി വന്ന് സത്യം പറയാന്നുള്ള രീതിയിൽ അപ്പോഴേക്കും നമ്മുടെ നികേഷ് നമ്മുടെ നീതുവിനെ വീട്ടിലെത്തി, ഏട്ടത്തി ഇപ്പൊ പോണ്ട, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ ഒന്ന് അറിയട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നീതു പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് ചെല്ലുകയാണ്. ഹരീഷിനെ കണ്ട് വിവരം അറിയാലോ എന്ന രീതിയിൽ. അപ്പോഴേക്കും ചന്തു ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ചന്തു പറഞ്ഞു, ഒന്നും അറിഞ്ഞില്ലേ നീതു, പ്രശ്നം വളരെ ഗുരുതര, കാരണം നിധിയേട്ടത്തി, അവിടുത്തെ സുധീഷ് ഏട്ടന്റെ ഭാര്യ നിധിയേട്ടത്തി റോഡിൽ കൂടി പോയപ്പോ നീതുവിന്റെ
നീതുവിന്റെ ആങ്ങള അഖില് വളരെ മോശമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയും നിധിയേട്ടത്തിനെ കളിയാക്കുകയൊക്കെ ചെയ്തു. നിധിയേട്ടത്തി നേരെ വീട്ടിൽ പോയി അവരെല്ലാരും വിളിച്ചുകൊണ്ട് വന്ന് തല്ലിച്ചതാ. ഇത് കേട്ടപ്പോ നമ്മുടെ നീതുവിനാകെ ഒരു ഇതായിപ്പോയി. ഓ, എന്നിട്ടാണോ അഖിലേട്ടൻ നീ ഇത് കിടന്ന് ഇത്രയും വലിയ പ്രസംഗം നടത്തിയത്? ചെയ്ത തെറ്റ് മറച്ചു വെച്ചോണ്ട് അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ വലിയ ആളുകളി ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ നീതു നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ വീട്ടില് നമ്മുടെ നീതുവിന്റെ അച്ഛനും അമ്മയും ഭാസ്കരനും സുഭാഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റണ്ടാട്ടോ. എന്നിട്ട് പറയും, ഞങ്ങള് പോലീസില് കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ അവര് വരും, നിന്റെയൊക്കെ ഗുണ്ടാ വിളയാട്ടം എന്റെ മോന്റെ അടുത്ത് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ കൂടി നിന്ന പെണ്ണുങ്ങളില് പലരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും വരാനോ പോകാനോ എന്തിനെങ്കിലും പറ്റുമോ? അപ്പോഴേക്കും നമ്മുടെ നിധിയെ ഇനി ഇത് അങ്ങനെ വെച്ച് പുലർത്തിയേ പറ്റൂല, നീ ഇത് രണ്ടും കൽപ്പിച്ച് നേരെ ഇറങ്ങി ഇങ്ങോട്ട് വരേണ്. അപ്പോഴേക്കും പോലീസുകാരൊക്കെ എത്തി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യലായി. അപ്പം ഭാസ്കറിനെയും മക്കളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സുഭാഷ് തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തതല്ല, ഞങ്ങളുടെ ഈ വീട്ടിലെ പെൺകുട്ടീനെ വളരെ മോശം രീതിയിലൊക്കെ യവന്മാര് കളിയാക്കി, അതിന്റെ പേരിൽ ഞങ്ങൾ ചോദ്യം ചെയ്തതാണെന്ന് പറയും. അപ്പൊ ആ പോലീസുകാരൻ ചോദിക്കും, അങ്ങനെയാണോ സംഭവം? അപ്പോഴേക്കും നിധി വന്നിട്ട് പറയും, സാറേ ഇവരൊക്കെ പറയണ ഈ ഒരു കൊള്ളരുതായ്മ തരം സാറ് കേൾക്കാൻ നിൽക്കരുത്. ഞാൻ ഇന്ന് ജോലിക്ക് പോകാൻ വേണ്ടി റോഡിൽ പോയ സമയത്ത് എന്നെ വളരെ മോശമായിട്ടാണ് യവനും യവന്റെ കൂട്ടുകാരും കൂടെ കളിയാക്കിയത്. അപ്പോഴേക്കും പോലീസുകാരൻ ചെന്നിട്ട് അഖിലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അഖിൽ തല കുനിഞ്ഞു നിൽക്കുകയാണ്. കാരണം തെറ്റ് ചെയ്തത് മനസ്സിലായി അഖിലിന്. അപ്പൊ ഇനിയിപ്പോ വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വകുപ്പ് വേറെ കിട്ടും. അപ്പം ആ രീതിയിൽ അഖിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നീതുവിന്റെ അമ്മ പറഞ്ഞു, അയ്യോ പൊന്നു സാറേ, അവൻ മിണ്ടാതിരിക്കണോർത്ത് സാറ് പറയല്ലേ, യവന്മാരും യവന്റെയൊക്കെ അച്ഛനും യവന്മാരും ഒക്കെ മതിയായ ഗുണ്ടകളാ സാറേ, എന്റെ കൊച്ചിനെ കൊല്ലാറാക്കി എല്ലൊടിച്ചു പിഴിഞ്ഞു യവന്മാര് എന്നൊക്കെ പറഞ്ഞ് ആ നീതുവിന്റെ അമ്മ കരയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നീതു വർക്ക്ഷോപ്പിലെത്തി ചന്തു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ ഹരീഷിന്റെ വീട്ടിൽ വരെയാണ്. അങ്ങനെ ഹരീഷിന്റെ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും പോലീസുകാരൊക്കെ വന്ന് നിൽക്കണം. അങ്ങനെ അവര് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിധിയുടേതായിട്ടുള്ള ന്യായം പറയണ്, ഞാൻ ഇങ്ങനെ പോയപ്പോ എന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു. സാറിന്റെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ, ആരായാലും പോയി ചോദിക്കില്ലേ സാർ, ഞങ്ങൾ അത് മാത്രമേ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ പഞ്ചായത്ത് മെമ്പർ പറയും, ഈ വീടിനെ കുറിച്ച് അല്ലെങ്കിലും നല്ല അഭിപ്രായം ഒന്നും ഇല്ല സാറേ, അങ്ങനത്തെ ഒരു കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് മെമ്പറുടെ വക കുറച്ച് ഡയലോഗും കൂടെ. അപ്പൊ എന്തായാലും രണ്ടും കൽപ്പിച്ച് എന്നെ നിധിയും സുഭാഷും സുധീഷും നികേഷും ഹരീഷും ഒക്കെ നിന്നത് എന്ത് വന്നാലും നേരിടാം എന്നുള്ള ധൈര്യത്തില്. ഒടുവിൽ നമ്മുടെ പിന്നെ സുധീഷിനെയും സുഭാഷിനെയും പോലീസ് ചോദ്യം ചെയ്ത് വരട്ടെയാണ്. ആ സമയത്ത് നമ്മുടെ നീതു വന്നിട്ട് അവർക്ക് വേണ്ടി നീതുവും വാദിക്കുകയാണ്. അതായത് സ്വന്തം ഏട്ടന്റെ ഭാഗത്താണ് തെറ്റ്. അപ്പൊ ഇങ്ങനെയും കൂടെ പറയുമ്പോ പിന്നെ പോലീസുകാരെന്ത് ചെയ്യാനാണ്? രണ്ട് പെൺകുട്ടികള് അവർക്കുണ്ടായ നിധിയുടെ അവസ്ഥ പറയുന്നു, അതുപോലെ തന്നെ നീതുവിന്റെ ആ ഒരു സിറ്റുവേഷൻ, അതായത് എന്റെ ഏട്ടൻ തന്നെയാണ് ഇതിന് കാരണക്കാരൻ എന്നൊക്കെ പറയും. അപ്പൊ അവക്ക് ഭ്രാന്താണ് സാറേ എന്ന് നമ്മുടെ നീതുവിന്റെ അമ്മ പറയുന്നത്. അവള് ഭ്രാന്ത് കാണിച്ച് ഓരോന്നും പറയണേ സാറേ, സാറ് അതൊന്നും വകവെക്കണ്ട എന്ന രീതിയിലും പറയുന്നുണ്ട്. ഒടുവിൽ എന്തായാലും കേസും കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒക്കെ റെഡിയാക്കണം. കാരണം വേറൊന്നുമല്ല, എന്നുവെച്ചാൽ ഇനി അഖിലിനെ വരട്ടി ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇനി മേലാൽ ഇതുപോലെയുള്ള ഓരോ കേസ് കെട്ടുകള് നീ പറയരുത്, നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് താക്കീത് ചെയ്യുന്നുണ്ട്. തന്നെ ഭാസ്കരനും ബാക്കി ഭാസ്കരന്റെ മക്കളെ എല്ലാവരും പോലീസ് താക്കീത് ചെയ്ത് ഒന്ന് കോംപ്രമൈസ് ആക്കി വിടുകയാണ്. കാരണം പോലീസ് ഇവരെ വിട്ടുകൊടുക്കാൻ കാരണം, സുധീഷിനെയും അവരെയൊക്കെ വിട്ടുകൊടുക്കാൻ കാരണം വേറൊന്നുമല്ല, ഈ രണ്ട് പെൺകുട്ടികൾ നീതുവും നിധിയും വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത്രയേറെ വാദിച്ച് ആ ഒരു നിന്നത് കൊണ്ടാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ പോലീസിന് ഇതിലെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് അവരെ വിട്ടയക്കുന്നത്. പിന്നെ എങ്കിലും നമ്മുടെ നിധിയും നീതും വന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്നുകൂടെ ആക്കിക്കൊണ്ട് നിർത്തുന്ന രംഗമാണ് നാളത്തെ എപ്പിസോഡില് അവസാനമായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ വരാനിരിക്കുന്നതെന്നും ഇതിന്റെ ഭവിഷ്യത്ത് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനിയിപ്പം നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.